ഹലോ ക്യൂട്ടീസ്, ഇന്ന് നമുക്കൊരു DIY കലണ്ടർ ഉണ്ടായ 2025 തുടങ്ങുമല്ലേ. കലണ്ടർ ഉണ്ടാക്കിയില്ലെന്ന് വേണ്ട, ഞാൻ ലേറ്റ് ആയോന്ന് അറിയത്തില്ല, എന്നാലും സാരമില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള മന്തിൻ്റെ അത്രയുള്ള കലണ്ടർ ഞാൻ പേപ്പർ കണ്ടിച്ചെടുക്കുകയാണ്, സ്ക്വയർ ഷേപ്പ്. പിന്നെ നമുക്കിന്ന് ഇപ്രാവശ്യം ഉണ്ടാക്കുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള തീമിലുള്ള കലണ്ടറാണ്, ഒരു ക്യാറ്റിൻ്റെ തീമിലാട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള ക്യാറ്റിനെ എല്ലാം നമ്മുടെ പൂച്ചക്കുട്ടിമാരെ എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അവരെ കളറും ചെയ്ത് മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് കലണ്ടർ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പം എല്ലാം ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് ആദ്യം ഞാൻ ഇച്ചിരി ലൈറ്റ് കളർ കൊണ്ട് അതിന് ബാക്ക്ഗ്രൗണ്ടൊക്കെ വരച്ച ശേഷം പിന്നെ നമ്മുടെ സൺഡേ മൺഡേ ട്യൂസ്ഡേ ഒക്കെ ഏത് കളറിലാണോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് വരച്ചത് അതേന്നെ മാച്ച് ചെയ്ത രീതിയിലാണ് ഞാൻ സൺഡേക്കും സാറ്റർഡേക്കും കളർ വരുത്തിയിരിക്കുന്നത്. അപ്പം 2025 ആകുമല്ലേ, ഒരു കലണ്ടർ വെച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒത്തിരി പേരുണ്ടാക്കി കഴിഞ്ഞു, വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചു ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പിലൊരു കലണ്ടർ ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിലല്ലാത്തതുകൊണ്ട് നിങ്ങളും കൂടെ ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ് ഈ ന്യൂ ഇയറിൻ്റെ പരിപാടി, എന്തോ എല്ലാവരും അടിച്ചു വിളിക്കാൻ വേണ്ടി പോവാണോ? അപ്പം സ്കൂളൊക്കെ തുറക്കാറായി, എനിക്കറിയാം. എല്ലാവരും ഇനി ബിസിയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാനും ഇച്ചിരി ബിസി ആയിരുന്നുകൊണ്ടാണ് ഇത് ഇച്ചിരി ലേറ്റായത്. ഇനി എനിക്കൊന്നൊരു ജേർണൽ ചെയ്യണമുണ്ട്, ഒരു വിഷൻ ബോർഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ പറ്റുമോയെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൊച്ചു കൂട്ടുകാരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ പല കളറിൽ നമ്മൾ ഓരോ മന്തിൻ്റെയും നമ്മൾ ഉണ്ടാക്കുന്നത് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള എല്ലാം ഉണ്ടാക്കുവാണ്. അപ്പോൾ 2025 എത്ര പെട്ടെന്നാണ് കാണുന്നതെന്ന് അറിയത്തില്ല അല്ലേ. 24 തുടങ്ങിയതും ഡിസംബർ ആയതും ക്രിസ്മസ് തീർന്നു, പെട്ടെന്ന് തീരുക. അപ്പോൾ ഇന്ന് നമ്മുടെ മന്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതിനുകൊണ്ട് സ്റ്റാൻഡ് കൂടെ ഞാൻ ഉണ്ടാക്കണം. ഞാൻ സ്റ്റിക്ക് വെച്ച് ഞാനിങ്ങനെ ഇപ്പോൾ 2 കോളം വരുന്ന രീതിയിലുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് രണ്ടും ഞാൻ ആദ്യം വെച്ച് ഒട്ടിച്ചു കൊടുക്കും. അതിനുശേഷം നടുക്കും ഒരു സ്റ്റിക്കും കൂടെ വെച്ച് ഒട്ടിച്ച ശേഷം നമ്മുടെ സ്റ്റാൻഡ് റെഡിയാക്കും കേട്ടോ. ഇപ്പോൾ 2 കോളം വെച്ചാണ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഫ്രണ്ടിലത്തെ നമ്മുടെ എല്ലാ മന്തിലെ ഉണ്ടാക്കും എടുത്ത മന്ത് പുറകെ വെക്കണ്ടേ, അതിന് വേണ്ടിയുള്ളതാണ് പുറകിലത്തെ കോളം. അപ്പോൾ നമ്മളെല്ലാ മന്തിലും നമ്മൾ ജനുവരി തൊട്ട് ഡിസംബർ വരെയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ചുമ്മാ ഹാൻഡ് മെയ്ഡാണ് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ പൂച്ചക്കുട്ടിയെ വെക്കുന്ന രീതി ഒരു പ്രത്യേക രീതിയാണ്. ആദ്യം ജനുവരിയിൽ ഞാൻ ഒരെണ്ണം വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും. അതിനുശേഷം ഫെബ്രുവരി വെക്കേണ്ടത് ജനുവരിയിലെ പൂച്ചക്കുട്ടിയുടെ അടുത്തോട്ട് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഇത് സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്നിട്ട് വേണം നമ്മൾ പുറവശത്ത് ഒട്ടിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ജനുവരിയുടെ മുകളിൽ കയറില്ല. അപ്പോൾ ഇതാണ് ജനുവരിയുടെ പുറവശത്തോട്ട് ഞാനിങ്ങനെ സൈഡ് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് എവിടെ ആ പൊസിഷൻ വരുന്നതെന്ന് വെച്ചാൽ ആ പൊസിഷനിലാണ് ഫെബ്രുവരിയുടെ ബാക്കിൽ നമ്മൾ ആ ഒട്ടിച്ച് പൂച്ചക്കുട്ടിയെ അവിടെ സ്റ്റിക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് ഒന്നിൻ്റെ മുകളിൽ ഒന്നും കൂടെ. അപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടിയൊക്കെ എല്ലാ പൂച്ചക്കുട്ടികൾക്കും കാണണ്ടേ, അതിന് വേണ്ടി. അപ്പോൾ അതാണ് അതിൻ്റെ പുറവശത്ത് ഈ സ്ഥലത്താണെന്ന് എനിക്ക് മനസ്സിലായി വെച്ച് നോക്കിയിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ പുറവശത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫെബ്രുവരി സ്റ്റിക്ക് ചെയ്ത് അങ്ങനെ എല്ലാം നമ്മൾ ഓരോ മന്തും ഓരോന്നിൻ്റെ പുറയിൽ വെച്ച് നോക്കുക. അപ്പം 3-4 എണ്ണം ആയി കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് ആയി കഴിയുമ്പോൾ പിന്നെയും ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടെ തുടങ്ങണം, അങ്ങനെയാണ്. പിന്നെ ഒരു ലൈൻ കഴിയുമ്പോൾ മുകളിലത്തത് ഇച്ചിരി പൊക്കത്ത് വേണമെങ്കിൽ വെക്കാം കേട്ടോ, എങ്കിലേ അതിനൊരു രസമുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഞാൻ വെച്ച് നോക്കിയിട്ടാണ് അതിൻ്റെ ബാക്കിൽ നിങ്ങളൊന്ന് കാണിച്ചേക്ക്. ഇങ്ങനെ ഞാൻ ചുമ്മാ ഇപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുകയാണ്, വീഴാത്ത രീതിയിൽ ഒട്ടിക്കണേ. അപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒന്നിൻ്റെ അടുത്ത് തന്നെ അടുത്ത് വരും. ഇത് സെപ്റ്റംബറിൻ്റെ അടുത്ത് തന്നെ ഒക്ടോബറിൻ്റെ പൂച്ചക്കുട്ടിയും വിരിക്കാൻ പറ്റും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞ് പെറുകയായിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ എല്ലാ പൂച്ചക്കുട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബറും നവംബറും എല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡിസംബറിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് വരും. ഡിസംബറിൻ്റെ ഇച്ചിരി നീളമുള്ള കാരണം ലാസ്റ്റ് മന്താണ് 2025 തീരുന്ന മന്തല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിനനുസരിച്ച് വേണം ഉണ്ടാക്കും. ഈ 2 പൂച്ചക്കുട്ടി അതായത് നമ്മുടെ ഒക്ടോബറിനും നവംബറിനും വെച്ച ശേഷമാണ് നമ്മൾ നോക്കണം ഡിസംബറിന് എത്ര നീളം വേണം. അപ്പോൾ അതിനനുസരിച്ച് എൻഡ് ഓഫ് ദ 2025 എന്ന് വെച്ചിട്ടാണ് ആ പൂച്ചക്കുട്ടിയെ ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ക്യൂട്ടി ആയിട്ട് ഇരിക്കുകയും ചെയ്യണം, അതിന് നമ്മൾ ഏറ്റവും മുകളിൽ കാണുകയും ചെയ്യണം. നമ്മുടെ ഡിസംബർ എന്നൊരു പ്രത്യേകത ലാസ്റ്റ് അല്ലേ, അതുകൊണ്ട്. അപ്പോൾ എല്ലാ പൂച്ചക്കുട്ടികളുടെയും നമ്മൾ ഏകദേശം ഒട്ടിച്ചൊക്കെ വെച്ചു. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം അറേഞ്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് ഡിസൈൻ. ഞാൻ ഇപ്പോൾ ഇത്ര നേരം പൂച്ചക്കുട്ടി വെച്ചത് കാണിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതോടെ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് വെക്കുന്നതിന് മുമ്പിലാണ്. അപ്പോൾ ജനുവരി ഫെബ്രുവരി ഓരോന്നിനെയും നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഏത് പൂച്ചക്കുട്ടിയെ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയണേ കേട്ടോ. ഓരോന്നിനും ഓരോ പൂച്ചക്കുട്ടിയെ വെച്ച് ഓരോ കളറിൽ ഔട്ട്ലൈനും ചെയ്ത് അതിൻ്റെ കളറും ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്പ്, ഒന്നും സെയിം ആയിട്ടുള്ള പൂച്ചക്കുട്ടിയല്ല എല്ലാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ നമ്മൾ ഏതെങ്കിലും ക്യാരക്ടർ വെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ സാൻഡ്രിയോയുടെ തീമിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോഗിയുടെ നമ്മുടെ പപ്പീസിൻ്റെ സ്റ്റൈലിൽ വെക്കാം, ഫ്ലവേഴ്സ് വെക്കാം, ജോമെട്രി ബോക്സിൽ സാധനങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും തീം വെക്കാം. എനിക്ക് പൂച്ചക്കുട്ടി ഒത്തിരി ആയതുകൊണ്ട് ബാക്കിയിൽ ഇച്ചിരി ഒരു ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ലോങ് വീഡിയോ നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണേ.
പിന്നെ നിങ്ങൾക്കൊരു കളർഫുൾ തീം ഞാൻ ആ ഔട്ട്ലൈൻ കൊടുത്തത് വേണമെങ്കിൽ നമുക്ക് നമ്മൾ എസ്തെറ്റിക്കും ഉണ്ടാക്കാം. അതിലും പക്ഷേ ഞാൻ വെച്ച് ക്യൂട്ടായിട്ടിരിക്കും, ഇച്ചിരി കളർഫുള്ളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഡിസംബർ വരെയുള്ള ഇനി നമുക്ക് അതിനെല്ലാം ഫ്രണ്ടിലൊരു പേജ് വേണ്ട. 2025 തുടങ്ങുന്നതിന് ഏറ്റവും ഫ്രണ്ടിലൊരു ഫ്രണ്ട് പേജും കൂടെ നമ്മുടെ ഒരു പൂച്ചക്കുട്ടി തീമിലാണെന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ വെക്കുവാണ്, അത് ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുറവശത്ത് വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. 2 കോളം ഉണ്ട്, എങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൂച്ചക്കുട്ടിയുടെ തീം. അപ്പോൾ അതിനെ പുറവശത്ത് വെച്ച് ഞാനിനി ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഉണ്ട്, ജനുവരി എടുത്തിട്ട് പുറകിലത്തെ കോളം വെച്ചിട്ട് നമ്മളുണ്ടാക്കിയ അതിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഫെബ്രുവരി, മാർച്ച് ഏത് വേണമെങ്കിലും നമുക്ക് മാറി മാറി ഇങ്ങനെ പുറകോട്ട് വെക്കാം. അത് അപ്പോൾ നമ്മുടെ ഓരോ പൂച്ചക്കുട്ടിയെയും കാണുകയും ചെയ്യും കേട്ടോ. എല്ലാവന്മാരും സുഖമായിട്ട് ഇരിക്കുകയും കാണുകയും ചെയ്യാം, പ്രത്യേകമുള്ള മന്തിലേയും കാണുകയും ചെയ്യാം. പിന്നെ പുറകോട്ട് വെക്കാനാണ് പുറകിലത്തെ കോളം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ മന്തും നമുക്കിതിന് പുറകെ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒരു ഡിഫറെൻറ്റ് ഇതിലായിട്ട് ഇച്ചിരി നേരം കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇച്ചിരി കഷ്ടപ്പാടിന് ശേഷമാണ് ഇതുണ്ടാക്കിയത്. കാരണം ഇത് ആദ്യം വരയ്ക്കണം, പിന്നെ അതിനിടയ്ക്ക് നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2025 എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടാനും നിങ്ങളുമായിട്ട് കൂടുതൽ നല്ല നല്ല വീഡിയോസ് ഷെയർ ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരുടെ ഹെൽത്തും പിന്നെ എല്ലാ ശരിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീണ്ടും നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ പറ്റും അല്ലേ. പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ഹാപ്പി ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ വിഷൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ പ്രെയർ ചെയ്യാം. പിന്നെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അപ്പം അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.